കോടതി ഇത് ഗൂഢാലോചനയാണെന്ന് പറയുമ്പോൾ കോടതി പറഞ്ഞൊരു കാര്യം 2019 നടന്ന നിയമലംഘനം മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണോ 2025 ഇത് വീണ്ടും ചെയ്തത് എന്ന് പറയുമ്പോൾ 2019 നിയമലംഘനം നടന്നു എന്നുള്ളത് കോടതി തന്നെ കണ്ടുപിടിച്ചു. അപ്പോൾ സ്വാഭാവികമായി പത്മകുമാറിൻ്റെ കാര്യം അവിടെ തീർപ്പായി കഴിഞ്ഞു. നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പുതിയ അറസ്റ്റുകൾ ഉണ്ടാവുന്നു. ഈ ശബരിമല വിഷയം ഉയർന്നു വന്നപ്പോൾ തന്നെ അത് ആദ്യം മുതൽ ഇതിനെ പിന്തുടരുന്ന ഒരാളാണ് അഡ്വക്കേറ്റ് KM ഷാജഹാൻ. അദ്ദേഹം ഇതിനെ അനലൈസ് ചെയ്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഏകദേശം ശരിയായി വരുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ വാസുവിനെ ചോദ്യം ചെയ്തതോടുകൂടി പോലും കാണുന്നത്. നമസ്കാരം. താങ്കൾ ആദ്യം മുതൽ തന്നെ ഈ ഒരു വിഷയത്തിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. ഒരു 99% താങ്കൾ പറഞ്ഞ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വാസുവിൻ്റെ അറസ്റ്റോടുകൂടി അത് ഏകദേശം നമുക്ക് കൂടുതൽ വിശ്വാസയോഗ്യമായി. അതുമാത്രമല്ല, ഇപ്പോൾ 4ാം പ്രതിയായിട്ടുള്ള ജയശ്രീ അവരിപ്പോൾ കോടതിയെ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി സമീപിച്ചിരിക്കുകയാണ്. എങ്ങനെയായിരിക്കും അതിൻ്റെ മുന്നോട്ടുള്ള പോക്ക്? പക്ഷേ ഇതിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ വാസുവിലേക്കും പത്മകുമാറിലേക്കും PS പ്രശാന്തിലേക്കും ഈ അന്വേഷണ സംഘം പോകും. അവരെ 3 പേരും അറസ്റ്റ് ചെയ്യപ്പെടും എന്നും ഉള്ളതിൻ്റെ ആദ്യ സൂചനയാണ് ഇപ്പം N വാസുവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. N വാസുവിനെ ചോദ്യം ചെയ്യാനോ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ളത് ഞാൻ വളരെ നേരത്തെ പോലെ തന്നെ പറയുന്നത്. പക്ഷേ അത് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഞാൻ കണ്ടിരുന്നത് ഈ PS പ്രശാന്തും പത്മകുമാറും ചെയ്ത അതേ തെറ്റു തന്നെ N വാസുവും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വെച്ചിട്ടായിരുന്നു. അതായത് ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം ചെമ്പാക്കി പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചു. ആര്? പത്മകുമാർ. 2025 ഈ വാതിലും കട്ടളപ്പടി ഇതുപോലുള്ള സാധനങ്ങളൊക്കെ തന്നെ ഇതുപോലെ തന്നെ സ്വർണം ചെമ്പാക്കി പുറത്തു കൊണ്ടുപോകാൻ അനുവദിച്ചു PS പ്രശാന്ത്. PS പ്രശാന്ത്. അതിനിടയിൽ 2020 ഈ ദ്വാരപാലക ശില്പങ്ങളുടെ പീഠങ്ങൾ ഇതുപോലെ സ്വർണം പൂശാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി ഇയാൾ കൊണ്ടുപോയി. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇയാൾ എന്തായാലും ചോദ്യം ചെയ്യപ്പെടാൻ അറസ്റ്റ് ചെയ്യാനൊക്കെ ഇടയുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. എന്നാൽ എനിക്കിപ്പോൾ തുറന്നു പറയാൻ മടിയില്ല. ഇപ്പം N വാസുവിനെ ചോദ്യം ചെയ്യുന്നതും അത് അറസ്റ്റിലേക്ക് പോകാൻ പോകുന്നതും ഞാൻ പറഞ്ഞ കാരണം കൊണ്ടല്ല. പിന്നെന്താണ്? ഞാൻ പറഞ്ഞ കാരണങ്ങൾ അവിടെ നിൽപ്പുണ്ട്. അതിന് പ്രസക്തിയുണ്ട്. പക്ഷേ ആ കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയ എന്താണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്? അത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഈ സുധീഷ് കുമാർ എന്ന് പറയുന്ന ആളുടെ ചോദ്യം ചെയ്യലാണ്. ആ സുധീഷ് എന്ന് പറഞ്ഞ ആളുടെ ചോദ്യം ചെയ്യലിൽ ഈ സ്വർണം ചെമ്പായി മാറിയതിൻ്റെ ഉത്തരവാദിത്വം തനിക്ക് മാത്രമല്ല എന്നും തൻ്റെ മുകളിലുള്ളവർക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഭരണാധികാരികൾക്കും അതിൽ പങ്കുണ്ട് എന്നുമുള്ള സുധീഷ് കുമാറിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു മൊഴി. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആണ് N വാസുവിനെ ചോദ്യം ചെയ്തിട്ടുള്ളത്. N വാസുവിനെ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ? ഇപ്പം 15/7/2019 ആദ്യമായി ഈ സ്വർണം ചെമ്പാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് ദേവസ്വം ബോർഡ് പത്മകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡിൽ നിന്ന് ഇറങ്ങി. 15/7/2019. അതിന് മുമ്പ് 15/7/2019 പത്മകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ ഉത്തരവ് വരും. അതിനു മുമ്പ് 17/6/2019 മുരാരി ബാബു ആണ് ഇത് സ്വർണം ചെമ്പ ആണെന്നുള്ള നോട്ട് മുകളിലേക്ക് കൊടുത്തത്. ആ 17/6/2019 തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇത് തനിക്ക് തരണമെന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് കത്ത് കൊടുക്കുന്നു. ആ ദിവസം തന്നെ അയാൾ തന്ത്രിയുടെ അഭിപ്രായം മേടിച്ചിട്ട് അയാൾ മുകളിലേക്ക് കൊടുക്കുക. അപ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് ഈ സംഭവം നടക്കുന്ന സമയങ്ങളിൽ ദേവസ്വം ബോർഡിലെ തിരുവാഭരണം കമ്മീഷണറാണ് N വാസു. മനസ്സിലായി? അപ്പോൾ സ്വാഭാവികമായും ഈ ഖത്തർ എന്ന് മാത്രമല്ല, നമുക്കറിയാം മുരാരി ബാബു എന്ന് പറഞ്ഞാൽ അവിടുത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ CPM സംഘടനയുടെ പ്രധാനപ്പെട്ട ഭാരവാഹിയും കൂടാണ്. N വാസു തിരുവാഭരണം കമ്മീഷണറാണെന്ന് പറയുമ്പോൾ N വാസുവും CPM പ്രതിനിധിയാണ്. PK ഗുരുദാസിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു VS മന്ത്രിസഭയിൽ.
അപ്പോൾ സ്വാഭാവികമായും മുരാരി ബാബു ഇങ്ങനൊരു കത്ത് മുകളിലേക്ക് കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും അത് വാസു അറിയാതെ നടക്കില്ല എന്നുള്ളത് ഒന്ന്. രണ്ട്, ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ വാസു തിരുവാഭരണം കമ്മീഷണറായിരുന്നു. ആ കമ്മീഷണറായിരുന്ന വാസുവാണ് പിന്നീട് 2019 പത്മകുമാർ മാറുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ട് വരുന്നത്. അതെ അതെ. അപ്പോൾ നമുക്ക് അതിനകത്തൊരു അസ്വാഭാവികത തോന്നുന്നുണ്ടാ. സാധാരണ രീതിയിൽ ഇതുപോലെ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ആളെ ഒന്നും ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ടൊന്നും വെക്കാറില്ല. അതിനേക്കാൾ കുറച്ചും കൂടെ സീനിയർ ആയിട്ടുള്ള ആളെയാണ് സാധാരണ. PS പ്രശാന്തിൻ്റെ കാര്യത്തിൽ മാറ്റമുണ്ട്. അപ്പോൾ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരാളെ എന്തുകൊണ്ട് ഇത് വെച്ചു എന്നുള്ള സംശയം അന്ന് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അയാൾ തിരുവാഭരണ കമ്മീഷണറായിരുന്നു. അയാൾ കമ്മീഷണറായിരുന്ന സമയത്ത് ഇത് നടന്നതിനെ തുടർന്ന് അയാൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവുന്നു. എന്ന് മാത്രമല്ല, ഇതിൽ നിർണായകമായിട്ടുള്ള ഈ ഗൂഢാലോചന പങ്കുവഹിച്ചു എന്ന് പറയുന്ന ദേവസ്വം ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ എൻ ബാബു പ്രസിഡന്റ് ആയപ്പോൾ എൻ ബാബുവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആവുന്നു. എൻ വാസുവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആവുന്നു. ഈ സുധീഷ് എന്ന് പറഞ്ഞ ആളും CPM-ൻ്റെ സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാവാണ്. അപ്പോൾ മുരാരി ബാബു CPM സംഘടനയുടെ പ്രധാനപ്പെട്ട ആൾ, സുധീഷ് CPM സംഘടനയുടെ പ്രധാനപ്പെട്ട ആൾ, എൻ വാസു പ്രധാനപ്പെട്ട ആൾ. അതെ, മനസ്സിലായത്. അതുപോലെ തന്നെ പത്മകുമാറും CPM-ൻ്റെ പ്രധാനം. അപ്പോൾ സ്വാഭാവികമായി ഇത് തമ്മിൽ വളരെ സുദൃഢമായിട്ടുള്ള ബന്ധമുണ്ട് എന്നുള്ളത് ഒരു വശം. രണ്ട്, ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നൊരു കത്തുണ്ട്. ആ കത്താണ് എന്താണ് ഇയാൾ എഴുതിയ കത്ത്, ഉണ്ണികൃഷ്ണൻ പോറ്റി എഴുതിയ കത്ത്. താനിങ്ങനെ സ്വർണം വേർതിരിച്ച് കഴിഞ്ഞപ്പോൾ തൻ്റെ കുറച്ച് സ്വർണം ബാക്കിയുണ്ട്. ആ ബാക്കിയുള്ള സ്വർണം ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി താൻ ഉപയോഗിച്ചു കൊള്ളട്ടെ എന്നും പറഞ്ഞ് അയാൾ എഴുതിയ കത്ത് ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ടുണ്ട്. അത് ഹൈക്കോടതിയുടെ വിധിയിലും അത് വന്നിട്ടുണ്ട്. ആ കത്ത് കിട്ടിയ ഇയാൾ എൻ വാസുവിന് കിട്ടുമ്പോൾ എൻ വാസു അതിന്മേൽ എന്ത് തീരുമാനമെടുക്കണം എന്നും പറഞ്ഞിട്ട് ഉദ്യോഗസ്ഥന്മാർക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. അവിടെയും ഇയാളുടെ ഗൂഢാലോചന വളരെ പ്രസക്തമാണ്. കാരണം എന്താണ്, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ സ്പോൺസറാണ് ഈ കത്ത് എഴുതിയിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ സ്പോൺസറിനെ എങ്ങനെ തീരുമാനിച്ചു എന്നുള്ള വിഷയം ഇവിടെ കിടപ്പുണ്ട്. രണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റി അയാൾക്ക് കൊടുത്തുവിട്ട ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നുള്ള സ്വർണം വേർതിരിച്ചതിന് ശേഷം സ്വർണം ബാക്കിയുണ്ട് എന്ന് എഴുതുമ്പോൾ അത് അനധികൃതമാണ് എന്നുള്ളത് പകൽ പോലെ വ്യക്തമല്ലേ? പ്രശ്നമാണ്. അതെ. സ്വാഭാവികമായി അങ്ങനെ ഒരു കത്ത് കിട്ടുമ്പോൾ ഇത് അനധികൃതമായി ഇയാൾ കൊണ്ടുപോയി, അനധികൃതമായി ഇത് ഇയാൾ വേർതിരിച്ചെടുത്തു, അയാളുടെ കയ്യിൽ അനധികൃതമായിട്ടുള്ള സ്വർണ്ണമുണ്ട്, അതുകൊണ്ട് അതിന്മേൽ നടപടി ഉണ്ടാവണം എന്നായിരുന്നു എൻ വാസു പറയേണ്ടിയിരുന്നു. അതും എൻ വാസു ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്നെല്ലാം പകൽ പോലെ വ്യക്തമാകുന്നത് വാസുവിൻ്റെ അറിവോടുകൂടിയും സമ്മതത്തോടു കൂടിയുമാണ് ഈ നടപടികൾ നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് വാസു ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്ന് വരുന്നത്. ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് വീണ്ടും എൻ വാസുവിനെ ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചിട്ടുണ്ടെന്നാണ്. ഈ രണ്ടാമത്തെ ചോദ്യം ചെയ്യലിൻ്റെ അവസാനം ഒരുപക്ഷെ വാസു അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ പോലും അത്ഭുതപ്പെടേണ്ടത്. അല്ല, അവിടെ ഒരു വിഷയമുണ്ട്. കാരണം വാസു ഇപ്പോൾ പാർട്ടിയുടെ വലിയ ആളൊക്കെ തന്നെയാണ്. പക്ഷേ ഇത്തരത്തിൽ വാസുവിന് ഇതിൽ പങ്കുണ്ടെന്നുള്ള മൊഴി, ശക്തമായിട്ടൊരു മൊഴി കൊടുത്തത് കൊണ്ടാണല്ലോ, സുധീഷ് കുമാർ കൊടുത്തത് കൊണ്ടാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്, രണ്ടാമതൊരു പക്ഷേ വിളിപ്പിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് തന്നെ അറിയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറസ്റ്റിൽ നിന്ന് സംരക്ഷിച്ച് പത്മകുമാറിനെയും വാസുവിനെയും പ്രശാന്തിനെയും സംരക്ഷിക്കാം എന്ന് പാർട്ടി ഉറപ്പ് കൊടുത്തു എന്നുള്ള കാര്യമൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം പോകും, അല്ലെങ്കിൽ എത്രത്തോളം അത് സംരക്ഷിച്ച് പിടിക്കാൻ കഴിയും എന്നുള്ള കാര്യമൊന്നും അല്ല, അത് അസംഭാവ്യമാണ്. അത് നടക്കാൻ യാതൊരു സാധ്യതയില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോടതി നിശ്ചയിച്ച 4 അതിരുകൾക്കുള്ളിലാണ് ഈ അന്വേഷണം നടന്നത്. അത് നമ്മൾ പലതവണ കോടതികളുടെ വിധിന്യായങ്ങൾ കോട്ട് ചെയ്തുകൊണ്ട് നമ്മൾ പല ഇൻ്റർവ്യൂ പറഞ്ഞത് പ്രത്യേകിച്ച് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ സംരക്ഷിച്ച് നിർത്താൻ CPM-ന് കഴിയില്ല എന്നുള്ള കാര്യത്തിൽ ആരും തർക്കവുമില്ല. ഇവരെ സംരക്ഷിക്കാൻ CPM-ന് കഴിയില്ല എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് എൻ വാസു ചോദ്യമുനയിൽ വരുന്നത്. അതെ അതെ. കാരണം ഇവരെ സംരക്ഷിച്ച് നിർത്തിയിരുന്നെങ്കിൽ എൻ വാസു ചോദ്യം ചെയ്യപ്പെടില്ല. അത് പറയാൻ പറ്റില്ല. ഒരു പക്ഷേ ഒരു ചോദ്യം ചെയ്യലിലോടുകൂടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണെന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാക്കാം. പക്ഷേ അങ്ങനെ വരാൻ വഴിയില്ല. കാരണം ഇതുവരെയുള്ള അന്വേഷണം വളരെ കൃത്യമായിരുന്നു. സാധാരണക്കാർക്ക് പോലും ബോധ്യപ്പെടുന്ന തരത്തിലായിരുന്നു. കോടതിയിൽ എന്താണ് നടന്നതെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ എന്നാൽ പോലും ജനങ്ങൾക്ക് പൂർണ്ണ തൃപ്തിയുള്ള ഒരു അന്വേഷണമാണ് ഈ നിമിഷം വരെയും നടന്നിട്ടുള്ളത്. അല്ല, ആ അന്വേഷണം അങ്ങനെ പോയത് ഹൈക്കോടതി വെട്ടിയ വഴിയിലൂടെയാണ് എന്ന് ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹൈക്കോടതി തന്നെ പറയുന്നത് എന്താണ്, ഇതൊരു ലാർജർ കോൺസ്പിറസിയാണ്. ഇത് 2019 നടന്ന കള്ളത്തരം മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് 2025 ഇത് നടന്നിട്ടുള്ളത്.
2019 മുതൽ 2025 വരെ നടന്ന ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുള്ള എയ്ഡ് ചെയ്തും കോംപ്ലിസിറ്റും ആയിട്ടുള്ള മുകളിൽ നിന്ന് താഴെ വരെയുള്ള ഉദ്യോഗസ്ഥന്മാർ ആരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് ഹൈക്കോടതി വെച്ചിരിക്കുന്ന ആ 4 അതിരുകൾക്കുള്ളിൽ നിന്നുകൊണ്ടല്ലാതെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നതിൻ്റെ തെളിവാണ് എൻ വാസുവിനെ എന്നെ ചോദ്യം ചെയ്തത്. എൻ വാസുവിനെ ഇനി അറസ്റ്റ് ചെയ്യാതിരിക്കാൻ കഴിയില്ലെന്ന് പറയാൻ കാര്യം എന്താണെന്നറിയോ? എൻ വാസുവിനെ ചോദ്യം ചെയ്തിട്ട് വിടുകയാണെങ്കിൽ എൻ വാസുവിനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്തിട്ട് വിട്ടു എന്നുള്ള ചോദ്യത്തിന് ഹൈക്കോടതിയിൽ മറുപടി പറയേണ്ടി വരും. അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനൽ വക്കീലന്മാരാണ് ഹൈക്കോടതി ജഡ്ജിമാരായിട്ടിരിക്കുന്നത്, മനസ്സിലായി? അതുകൊണ്ട് അവരുടെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. എന്ന് മാത്രമല്ല, അവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആരോട് ഉത്തരവാദിത്വമില്ല, ഞങ്ങളോട് മാത്രം ഉത്തരവാദിത്വം, ഞങ്ങൾക്ക് ഈ 2 ആഴ്ച കൂടുമ്പോഴത്തേക്കും ഇടക്കാല റിപ്പോർട്ട് തരണം എന്ന് പറഞ്ഞു. അല്ല, അങ്ങനെയാണെങ്കിൽ നാളെ ഇടക്കാല റിപ്പോർട്ട് കൊടുക്കേണ്ട ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാസുവിനെ സംബന്ധിച്ചിടത്തോളം വാസു അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. വാസു അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഒരു സംശയവും വേണ്ട, പത്മകുമാറും പിന്നെ PS പ്രശാന്തും അറസ്റ്റ് ചെയ്യപ്പെടും. അല്ല, PS പ്രശാന്ത് ഇപ്പോഴും വളരെ അമിതമായിട്ടുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ്. അദ്ദേഹം ഓടി നടന്ന് പല കാര്യങ്ങളും പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും അദ്ദേഹം കടുത്ത ആത്മവിശ്വാസത്തിലാണ്. അദ്ദേഹത്തിന് എന്തായാലും ഈ കാലാവധി 1 വർഷത്തേക്ക് കൂടി നീട്ടി കൊടുക്കും എന്നൊക്കെയാണ് അറിയുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം എന്താ പറയുക, നമ്മൾ ആദ്യം മുതൽ തന്നെ ഈ ഒരു വിഷയത്തിൻ്റെ പിന്നാലെ പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ ജയശ്രീ എന്ന് പറയുന്ന 4ാമതായി പ്രതി ചേർത്തിരിക്കുന്ന സെക്രട്ടറി, അപ്പോൾ അവർ ഇത് യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിൽ നിരപരാധിയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം വളരെ ക്ലിയറായി കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു ഉദ്യോഗസ്ഥയാണ്. പക്ഷേ അവർ ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ അവർ എതിർത്തിട്ടുണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങളെ മുകളിൽ നിന്ന് പറയുമ്പോൾ അവർക്ക് ചെയ്യാതിരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തുകയും ആ അവസ്ഥയാണ് ഇന്ന് അവരെ ഏകദേശം അറസ്റ്റിൻ്റെ വക്കിലേക്ക് വരെ എത്തിച്ചിരിക്കുന്നത് എന്നുമാണ് ഇപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനകത്ത് 2 കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഇപ്പം പ്രശാന്തിന് ഒരു അമിതാത്മവിശ്വാസം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രശാന്ത് ഇപ്പോൾ നടത്തുന്ന പത്രസമ്മേളനങ്ങളിൽ പ്രശാന്തിൻ്റെ ശരീരഭാഷ കണ്ടാൽ ഒരു സംശയം വേണ്ട, താൻ അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് അയാൾക്ക് ബോധ്യമായിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. അയാൾക്ക് നീട്ടിക്കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ ഇപ്പോൾ മാറ്റുമ്പോൾ സ്വാഭാവികമായ പ്രതിയാണ് സർക്കാർ അംഗീകരിച്ചു എന്നുള്ളത്, അതുകൊണ്ട് നീട്ടിക്കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ജയശ്രീയുടെ കാര്യം നമ്മളെടുത്താൽ, ജയശ്രീ എന്താണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത്? ജയശ്രീ ഈ സ്വർണം പിന്നെ പൂശുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാംഗ്ലൂരിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഇത് കൊടുത്തു വിടണം എന്നുള്ള ഒരു വാചകം മാത്രമാണ് അഡീഷണലായിട്ട് അവർ ചെയ്തത്. അത് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് കൃത്യമായി പറയുന്നത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നിയമത്തിൻ്റെ മുന്നിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള പണി കുറ്റമാണെങ്കിൽ നിങ്ങളത് അനുഭവിച്ചേ വഴിയുള്ളൂ. അല്ലാതെ അത് എന്നെ നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിച്ചു എന്ന് പറയുന്നതിൽ അത് നിയമ വ്യവസ്ഥയുടെ മുമ്പിൽ നിലനിൽക്കില്ല. ഇപ്പോൾ ലാവ്ലിൻ കേസ് തന്നെ നമ്മൾ എടുക്കുക. ലാവ്ലിൻ കേസിൽ പലരും ഇതുപോലെ ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ സിദ്ധാർത്ഥ മനോഹർ എന്ന് പറഞ്ഞ KCBയുടെ ഒരു പിന്നെ ഇതുണ്ടായിരുന്നു, ചെയർമാനാണ്, മരിച്ചുപോയി. അയാൾ ഇതുപോലെ മുകളിൽ നിന്ന് പറഞ്ഞിട്ട് ചെയ്യേണ്ടി വന്നതാണ്. രാജശേഖരൻ നായർ എന്ന് പറഞ്ഞിട്ടൊരു IAS ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു, അയാൾ മരിച്ചതാണ്, ആത്മഹത്യയാണെന്നൊക്കെ പറഞ്ഞു. അയാളും ഒക്കെ തന്നെ മുകളിൽ നിന്നുള്ള സമ്മർദ്ദത്തെ തുടർന്ന് ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷെ മുകളിൽ നിന്നുള്ള സമ്മർദ്ദത്തെ തുടർന്ന് ചെയ്തു എന്നുള്ളത് നിയമത്തിൻ്റെ മുന്നിൽ നിർഭാഗ്യവശാൽ നിലനിൽക്കില്ല എന്നുള്ളത് കൊണ്ട് ജയശ്രീയെ സംബന്ധിച്ചിടത്തോളം ജയശ്രീക്ക് എത്രത്തോളം അറസ്റ്റിനെ മറികടക്കാൻ കഴിയും എന്ന് എനിക്കറിയില്ല. അവർ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവർ ഈ എന്താണ് ഇവർക്ക് അവരെ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയ ഒരു ആളാണ്, ഒരുപാട് അസുഖങ്ങളും ഒക്കെയുള്ള ഒരാളാണ്, മരുന്ന് കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ അവരുടെ കാര്യത്തെക്കുറിച്ച് നമുക്കറിയില്ല, സ്ത്രീ എന്നൊരു പരിഗണനയും ചിലപ്പം കോടതി കൊടുത്തേക്കാം. അതങ്ങനെ വേണമെങ്കിൽ വരാം. അതങ്ങനെ വേണമെങ്കിൽ വരാമെങ്കിൽ പോലും രോഗിയാണെങ്കിൽ ഗുളിക കഴിക്കാനുള്ള സാവകാശം കൊടുത്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല. അപ്പം ജയശ്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു മാനുഷികപരിഗണനയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അവർ ചെയ്ത ഒരു തെറ്റ്, ഇപ്പോൾ മുകളിൽ നിന്നുള്ള സമ്മർദ്ദത്തോടൊന്നും അവർ ചെയ്തു എന്ന് പറഞ്ഞു. മുകളിൽ നിന്നുള്ള സമ്മർദ്ദം എന്തുകൊണ്ട് അവർക്ക് അതിജീവിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ചോദ്യം ഇവിടെ കിടപ്പുണ്ട്. അവർ അതിജീവിക്കേണ്ടതല്ലേ? അതാണല്ലോ അവരുടെ ഉത്തരവാദിത്വം. അതിജീവിക്കേണ്ടതാണെങ്കിൽ പോലും നമുക്കറിയാം ഇന്ന് പല കാര്യങ്ങളും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുകയാണ്. കാരണം ഇവരുടെ CPMൻ്റെ സംഘടനയാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പിടിമുറുക്കിയിരിക്കുന്നത്. അവരെ പിണക്കിക്കൊണ്ട് ഒരു കാരണവശാലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അല്ല, അതാണ് വസ്തുത, അത് ശരിയാണ്. പക്ഷേ നിയമത്തിൻ്റെ മുന്നിൽ അത് നിലനിൽക്കില്ല. ഒരിക്കലും ഇല്ല. മനസ്സിലായോ? ഇപ്പം കോടതിക്ക് വേണേൽ ചോദിക്കാം, നിങ്ങളത് ചെയ്യാൻ പോയപ്പോഴത്തേക്കും നിങ്ങളെ അതിന് നിർബന്ധിച്ചപ്പോൾ നിങ്ങൾക്ക് വേണേൽ കോടതിയിൽ വരായിരുന്നല്ലോ, എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നു, എനിക്കത് പറ്റില്ല എന്ന് പറഞ്ഞാൽ കോടതിയിൽ വരായിരുന്നല്ലോ, അവരങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നതെങ്കിലും ഇത് ഒരു നിയമവ്യവസ്ഥയുടെ മുന്നിൽ ഇത്
നിലനിൽക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഉം. അതുകൊണ്ട് എൻ വാസു അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് ഏതാണ്ട് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. എൻ വാസു അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അതേ കുറ്റങ്ങൾ ചെയ്ത 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും പ്രശാന്ത് അവർ രണ്ടുപേരും അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യത അല്ല സാധ്യത എന്ന് പറയാൻ കഴിയില്ലല്ലോ. അങ്ങനെ വാസുവിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, കാരണം ദേവസ്വം മാനുവലിൽ കൃത്യമായി പറയുന്നുണ്ട് എങ്ങനെയാണ് ഇത് അറ്റകുറ്റപ്പണി നടത്തേണ്ടതെന്ന്. ആ അറ്റകുറ്റപ്പണി നടത്തേണ്ടത് എങ്ങനെയെന്ന് പറയുന്ന ആ ഒരു സ്വർണ്ണപ്പാളിയാണ് പ്രശാന്ത് പുറത്തേക്ക് കൊടുത്തു വിട്ടത്. അപ്പോൾ തന്നെ അയാൾ താങ്കൾ മുമ്പ് പറഞ്ഞതുപോലെ പ്രതിയായി കഴിഞ്ഞല്ലോ. അപ്പോൾ പ്രശാന്ത് അതായത് ഒന്ന് എന്ന് പറയുന്ന ഈ മാനുവൽ, ദേവസ്വം ബോർഡിൻ്റെ മാനുവലിലെ ചാപ്റ്റർ 11 റൂൾ 38 പ്രകാരം അറ്റകുറ്റപ്പണികൾ സാങ്ക്ടം സാങ്ക്ടോറത്തിൽ വെച്ച്, സന്നിധാനത്തിൽ വെച്ച് ഒരു അസിസ്റ്റൻറ്റ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ ചെയ്യണം. അത് ചെയ്യാതെ പുറത്തു കൊടുത്തു വിട്ടു. 2, പുറത്തു കൊടുത്തു വിടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറ്റകുറ്റപ്പണികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ ഹൈക്കോടതിയുടെ അനുവാദം വേണം. അതെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് 998 മല്യ പിന്നെ സ്വർണം പൊതിഞ്ഞപ്പോൾ 2 പ്രാവശ്യമാണ് ഹൈക്കോടതിയുടെ അനുവാദം മേടിച്ചത്. 2 പ്രാവശ്യം. അതായത് 50ഓളം ആളുകൾ സന്നിധാനത്തിരുന്ന് തന്നെയാണ് ഇതിൻ്റെ പണി ചെയ്തത്. അപ്പോൾ 1 പുറത്തു കൊണ്ടുപോയി ലംഘിച്ചു, 2 ഹൈക്കോടതിയുടെ അനുവാദം മേടിച്ചില്ല, 3 ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ തീരുമാനിച്ചു? ഈ PS പ്രശാന്തിൻ്റെ അടുത്ത് ഈ തലയ്ക്ക് വെളിവില്ലാത്ത ഈ പത്രക്കാർ ഇത് ചോദിക്കാഞ്ഞിട്ടാണ്. എന്തുകൊണ്ട്, എങ്ങനെയാണ് നിങ്ങൾ അയാളെ തീരുമാനിച്ചത്? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാൻ ഉള്ള തീരുമാനം എങ്ങനെയാണ് ഉണ്ടായത്? 3ാമത്തെ കാര്യം. 4, ഇതിനെന്തെങ്കിലും ടെൻഡർ വിളിച്ചോ? ഇതൊക്കെ ചെയ്യുമ്പോൾ ടെൻഡർ വിളിക്കണ്ടേ? ഇത് പിന്നെ 998 ടെൻഡർ വിളിച്ചിട്ടുണ്ട്. ഇനി 5, ഈ കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയി. അത് സ്മാർട്ട് ക്രിയേഷൻസിന് എങ്ങനെ തീരുമാനിച്ചു? അതെ. പിന്നെ ഒരുപാട് നിയമലംഘനങ്ങളുടെ തിരിച്ചു കൊണ്ടുവന്നപ്പോഴത്തേക്ക് അതിൻ്റെ വെയിറ്റ് എടുത്തില്ല പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥാനം. അപ്പം എൻ വാസു ചോദ്യം ചെയ്യപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നാൽ അതേ കുറ്റം എന്നുള്ളതല്ല, ഒരർത്ഥത്തിൽ അതിനേക്കാൾ കൂടുതൽ നിയമലംഘനങ്ങൾ ചെയ്തിട്ടുള്ള പിന്നെ ആളുകളാണ് പത്മകുമാറും PS പ്രശാന്തും. അതിൽ തന്നെ കോടതി ഇത് ഗൂഢാലോചനയാണെന്ന് പറയുമ്പോൾ കോടതി പറഞ്ഞൊരു കാര്യം 2019 നടന്ന നിയമലംഘനം മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണോ 2025 ഇത് വീണ്ടും ചെയ്തത് എന്ന് പറയുമ്പോൾ 2019 നിയമലംഘനം നടന്നു എന്നുള്ളത് കോടതി തന്നെ കണ്ടുപിടിച്ചു. അപ്പോൾ സ്വാഭാവികമായി പത്മകുമാറിൻ്റെ കാര്യം അവിടെ തീർപ്പായി കഴിഞ്ഞു. 2019 നടന്ന ഈ കൊള്ള മറച്ചു വെക്കാനാണോ 2025 അത് ചെയ്തെന്ന് പറഞ്ഞാൽ 2019 നടന്ന അതേ തെറ്റ് തന്നെ 2025 PS പ്രശാന്ത് ചെയ്തു എന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും ഇവർ രണ്ടുപേരും നിയമലംഘനം നടത്തി എന്ന് ഹൈക്കോടതി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ റോളൊന്നുമില്ല. യഥാർത്ഥത്തിൽ ഈ അന്വേഷണത്തിൻ്റെ ക്രെഡിറ്റ് പ്രത്യേക അന്വേഷണ സംഘമാണ് കൊണ്ടുപോകുന്നതെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ ക്രെഡിറ്റ് പിന്നെ ഹൈക്കോടതിക്കാണ്. ഇത് A. വിജയരാഘവനും KV വിജയകുമാർ എന്ന് പറയുന്ന 2 ന്യായാധിപന്മാർ, KV ജയകുമാറും എന്ന് പറയുന്ന 2 ന്യായാധിപന്മാർക്കാണ് ഇതിൻ്റെ ആദ്യാവസാനമുള്ള ക്രെഡിറ്റ്. അവരെ ഒരു വഴി കാണിച്ചു കൊടുത്തു. ആ വഴിയിലൂടെ SIT പോകുന്നു. അവർ 9 പിന്നെ ഗൂഢാലോചനകൾ പറഞ്ഞു. അതിലൂടെ പോകാൻ മാത്രമേ SITക്ക് കഴിയുള്ളൂ. അത് ചെയ്യുകയാണ് SIT ചെയ്യുന്നത്. പക്ഷേ ക്രെഡിറ്റ് എല്ലാം SIT കൊണ്ടുപോകുന്നു എന്നുള്ള നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥ നിലനിൽക്കും. അല്ല, ക്രെഡിറ്റും കാര്യങ്ങളൊക്കെ അവിടെ എന്തൊക്കെയായിരുന്നാലും ജനങ്ങൾക്കൊരു ബോധ്യമുണ്ട് എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ. അത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് SIT കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ കേരളത്തിലെ പല കേസുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പറയും വളരെ സമർത്ഥരായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. അവരുടെ കൈകാലുകൾ കിട്ടാതിരുന്നാൽ, ഈ പറയുന്ന രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാകാതിരുന്നാൽ ഏത് കേസും തെളിയിക്കാൻ തക്ക വിധം സാമർഥ്യമുള്ളവരാണ് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് പറയുമ്പോൾ. അത് ഈ പറയുന്നത് പോലെ ഈ വേട്ടവിളിയന്മാരായിട്ടുള്ള ഈ രാഷ്ട്രീയക്കാർ, അത് ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ ഉള്ളവർ ഈ കേസിൽ ഇടപെടുകയും സമ്മർദ്ദപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അതാണിപ്പോൾ ജയശ്രീക്ക് പോലും വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ ജയശ്രീയുടെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒരു പാഠമാണ്. കാരണം ഇറങ്ങിത്തിരിക്കേണ്ടവൻ ശരിയായ വഴിയിൽ ഇറങ്ങിത്തിരിച്ച് കഴിഞ്ഞാൽ എന്തായാലും അതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ തിരിച്ചു കയറുന്ന ഒരു ശീലം അങ്ങനെയുള്ള ആൾക്കാർക്ക് കാണില്ല. അതുകൊണ്ട് ഈ ജനങ്ങൾക്ക്, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ജനങ്ങളെ സേവിക്കാനാണ് ഈ ശമ്പളം തരുന്നതും ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നെടുത്തിട്ടാണ് ഈ ശമ്പളം തരുന്നതൊക്കെ. അപ്പോൾ ഒരു ഏറ്റവും വലിയൊരു പാഠമാണ് ഈ പറയുന്ന ജയശ്രീ എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ എന്തായിരുന്നാലും അടുത്ത ഒരു അറസ്റ്റ് ഈ പറയുന്നത് പോലെ തന്നെ എൻ വാസുവിൻ്റെ അറസ്റ്റ് അടുത്തൊരു ചോദ്യം ചെയ്യലിന് ശേഷം ഒരു പക്ഷേ അറസ്റ്റ് ഉണ്ടായേക്കാം. അറസ്റ്റ് ഉണ്ടായിട്ടില്ലെങ്കിൽ
എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്നൊരു ചോദ്യം ഹൈക്കോടതിയിൽ നിന്നുണ്ടാവും. അതിനുശേഷം വാസുവിന് ശേഷം ഈ പറയുന്നത് പോലെ അവരുടെ മുമ്പിൽ പത്മകുമാറും പ്രശാന്തും ഒക്കെയുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അഴിമതികൾ അതിനെ അങ്ങനെ പോലും പറയാൻ കഴിയില്ല. അഴിമതിയൊക്കെ ഒരു ചെറിയ വാക്കുകളാണ്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് അറിയാൻ കഴിഞ്ഞേക്കും, അല്ലെങ്കിൽ ശബരിമലയിൽ ജോലി ചെയ്യുന്നവർക്ക് അറിയാൻ കഴിഞ്ഞേക്കും അവിടെ നടക്കുന്ന കൊള്ള, ശബരിമലയിൽ ഇവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൊള്ളയുടെ ഒരു ആഴം. അതൊക്കെ ഈ ഒരു വിഷയം പുറത്തു വന്നതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ഇതുവരെയൊക്കെ ആരെങ്കിലുമൊക്കെ ഇറങ്ങി തിരിച്ച് പുറത്ത് വരിക തന്നെ ചെയ്യും. അതിനൊരു തർക്കവുമില്ല. എന്തായാലും ജനങ്ങൾക്ക് കോടതിയിലും അന്വേഷണ ഉദ്യോഗസ്ഥരിലുമുള്ള ഒരു വിശ്വാസം വർദ്ധിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം.